ഈശ്വർ പ്രഭു തുടങ്ങാമോ? ഹരേ കൃഷ്ണ. പ്രഭുജി സ്വാഗതം. പ്രഭുജി ഇന്നത്തെ ക്ലാസ്സിലേക്ക് ദയവായി തുടങ്ങിയാൽ. പ്രഭുവിന്റെ വീഡിയോ ക്ലാരിറ്റി കുറവുണ്ട്. ദയവായി തുടങ്ങിയാലും പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാജേശ്വർ പ്രഭു കേൾക്കാമോ ഞാൻ പറയുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി കേൾക്കാമോ? ക്ലാസ് തുടങ്ങാൻ പ്രഭുജി. റെക്കോർഡിംഗ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാം. പ്രഭു ക്ലാസ് തുടങ്ങിയാലും പ്രഭുജി. പ്രഭു ജയ രാധമാധവ് പാടി തുടങ്ങിയാലും പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാം. പ്രഭു കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട് പ്രഭുജി. ദയവായി തുടങ്ങിയാലും. സമയമായല്ലോ, തുടങ്ങട്ടെ. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തുടങ്ങിയാലും പ്രഭുജി. എല്ലാവരും ഏറ്റു പറയുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത की ശ്രീല പ്രഭുപാദ की ശ്രീല ഗുരുദേവ് की ജയ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭുജി, നന്നായി കേൾക്കാം. ആരുടെയും ഫേസ് കാണാൻ പറ്റുന്നില്ല. വീഡിയോ ആരും ഓൺ ചെയ്തിട്ടില്ല. എനിക്ക് ആരൊക്കെ ആണെന്നും അറിയത്തില്ല. ക്ഷമിച്ചാലും പ്രഭുജി, ഇവിടെ തുടക്കക്കാരായതുകൊണ്ട് ഇപ്പൊ അങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞ് നമുക്കത് ശരിയാക്കാം. ശരി, ഓക്കെ. ഇതിപ്പോ ഞാൻ സ്വന്തമായിട്ട് പറയും പോലെ ഇരിക്കുന്നു, മറ്റാരും കേൾക്കാനില്ലാത്ത പോലെ തോന്നുന്നു. ശരി, ഓക്കെ, സാരമില്ല. താങ്ക് യു. എല്ലാവർക്കും സ്വാഗതം ഭഗവത്ഗീതയുടെ ഈ ക്ലാസ്സിലേക്ക്. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം സ്ഥിരമായി ഡെയിലി എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. ഇന്ന് എനിക്കാണ് കഥാമൃത്തു ഒരവസരം തന്നത്. അതിന് നന്ദി അറിയിക്കുന്നു, പ്രണാമങ്ങൾ അറിയിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. എല്ലാവരും വന്നതിന് നന്ദി. ക്ലാസ് എടുക്കുന്നതിന് കഴിയുന്നതും എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കഥാമൃതം അഥവാ ഒരു ദിവസം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കഥാമൃത പ്രഭു ലിങ്ക് അയച്ചു തരും, റെക്കോർഡിംഗ് കിട്ടും. പക്ഷെ ആ കണ്ടിന്യൂറ്റി കിട്ടണമെങ്കിൽ ക്ലാസ്സിൽ ഉണ്ടാവണം. കേൾക്കുന്നുണ്ടല്ലോ? ശരി. ഭഗവത്ഗീതയിൽ 2-3 ക്ലാസ് കഴിഞ്ഞു എന്നറിഞ്ഞു. ഇന്ന് ഞാൻ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമ്മുടെ ആ ശ്ലോകത്തിലേക്ക് പോകാം. എല്ലാവരുടെ കയ്യിലും ഭഗവത്ഗീത ഉണ്ടോ? ഒരു തമ്പ് കാണിച്ചാലും മതി. ഭഗവത്ഗീത ഇല്ല എന്നുണ്ടെങ്കിൽ അത് കയ്യിൽ കരുതണം. അതും ഭഗവത്ഗീത യഥാരൂപം തന്നെ കരുതണം. ശരി. താങ്ക് യു. നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞ പേര് സനാതനധർമ്മം. സനാതനധർമ്മത്തിന്റെ ധർമ്മഗ്രന്ഥമാണ് ഭഗവത്ഗീത, അല്ലേ? സനാതനധർമ്മത്തിന്റെ ധർമ്മഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീതയെ ഗീതോപനിഷത്ത് എന്നും പറയുന്നു. എന്താണ് ഗീതോപനിഷത്ത്? കാരണം സർവശാസ്ത്രങ്ങളുടെയും സാരം അതിലടങ്ങി. ഈ 4 വേദങ്ങള്, 6 ശാസ്ത്രങ്ങള്, 18 പുരാണങ്ങള്, ഇതിഹാസങ്ങള്, ഇവയെല്ലാത്തിൻ്റെയും കണ്ടന്റ് എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഭഗവത്ഗീത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, മഹാഭാരതത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വേദവ്യാസ മുനി മഹാഭാരതത്തിന്റെ മധ്യത്തിലാണ് ഭഗവത്ഗീത. ഒരു കണക്കിന് പറഞ്ഞാല് മഹാഭാരതം ഉണ്ടായത് തന്നെ ഭഗവത്ഗീതയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. അതായത് മഹാഭാരതത്തിന്റെ നടുക്കാണ് ഭഗവത്ഗീതയെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബർഗറൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ആ ടേസ്റ്റി ആയിട്ടുള്ളത് നടുക്കും, ബാക്കി മുകളിലും താഴെയും, അല്ലേ? നമ്മളെ കുട്ടികളൊക്കെ നടുക്കുള്ളത് മാത്രം കഴിക്കും, ഇലയുണ്ടല്ലേ അതിൽ, ആ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ അതുപോലെ മധ്യത്തിലാണ് മഹാഭാരതം. ഈ മഹാഭാരതത്തിലെ ഈ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ ആർക്കാ ഇത് പറഞ്ഞു കൊടുക്കുന്നത്? കുരുക്ഷേത്രത്തിൽ വെച്ചിട്ട് ഭഗവാൻ തന്റെ സുഹൃത്തായ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. അർജുനനിലൂടെ മനുഷ്യരാശിക്ക് തന്നെ ഇത്
കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്നേ ഭഗവാൻ പറഞ്ഞത്. ഇത് ഒരു ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഭഗവത്ഗീത. 48 മിനിറ്റ് എടുത്താണ് ആ യുദ്ധസ്ഥലത്ത് വെച്ച്. എവിടെയാ വെച്ച ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നത്? കുരുക്ഷേത്രം. കുരുക്ഷേത്രം എവിടെയാണ്? ഇന്നത്തെ നമ്മുടെ ഡൽഹിക്കും അതെ, ഹരിയാനയിൽ. അതെ, ഡൽഹിക്കും ഏകദേശം ഒരു 200 കിലോമീറ്ററോളം മാറിയാണ് കുരുക്ഷേത്രം. അവിടെ ഇപ്പോഴും ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞു കൊടുത്ത സ്ഥലമുണ്ട്. അവിടെ ഇപ്പോഴും ഒരു അരയാൽ നിൽപ്പുണ്ട്. ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ വച്ചാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം ഭഗവാൻ അത് ഉപദേശിച്ചു കൊടുക്കുന്നത്. അത് ഉപദേശിച്ചു കൊടുക്കുന്ന സ്ഥലം ഏതാണ്? ഒരു യുദ്ധഭൂമിയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ പലരും പറയും ഭഗവത്ഗീത പഠിക്കരുത്, കാരണം അത് യുദ്ധത്തിന്റെയും കലഹത്തിന്റെയും ഒക്കെ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. പലരും അങ്ങനെ പറയും. ഭഗവത്ഗീത പഠിക്കാൻ പാടില്ല, വീട്ടിൽ കലഹം ഉണ്ടാവും. പഠിക്കാതിരുന്നാലാണ് കലഹം ഉണ്ടാവുന്നത്. ആ ഭഗവത്ഗീത അതിന്റെ യഥാർത്ഥത്തില് നടക്കുന്നത് യുദ്ധഭൂമിയിൽ തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷേ ആ സന്ദർഭം യുദ്ധമാണെങ്കിലും വിവരണം ജീവിതത്തെ പറ്റിയാണ്. എല്ലാ മനുഷ്യരും എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാകും. സന്ദർഭം യുദ്ധമാണ്, അല്ലേ? കലഹമാണ്. പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന എന്തിനെ പറ്റിയാണ്? ജീവിക്കുന്നതിനെ പറ്റിയാണ്. എങ്ങനെ ജീവിക്കണം. ഞാൻ ഒരിക്കൽ ഒരു ക്ലാസ്സിന് പറഞ്ഞു, മാതാജി കുട്ടികളെയൊക്കെ കൂടെ കൊണ്ടുവരാത്തെന്താ? ഭഗവത്ഗീത അവര് പഠിക്കട്ടായിരുന്നല്ലോ. നമ്മളിങ്ങനെ ക്ലാസ്സിൽ എടുക്കുമ്പോൾ പറയുമല്ലോ. അപ്പോഴുടനെ മാതാജി പറഞ്ഞു, അവര് കൊച്ചു കുട്ടികളല്ലേ പ്രഭു, അവരെന്നെ പോലെ വയസ്സാവുമ്പോ അവര് വന്ന് പഠിച്ചോളും. ഇപ്പോഴേ അവരൊക്കെ എന്തിനാ ഭഗവത്ഗീത? ഈ പറയുന്നത് ശരിയാണോ? നിങ്ങളിൽ എത്ര പേര് ചിന്തിക്കുന്നുണ്ട് ഇതാണ് കറക്റ്റ്? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരാളിന് അഭിപ്രായം പറയാം. ശരിയല്ല. പിന്നെ എന്താ വേണ്ടേ? ചെറുതിലേ തന്നെ പറഞ്ഞു കൊടുക്കണം. ചെറുതിലേ തന്നെ പറഞ്ഞു കൊടുക്കണം. കാരണം കറക്റ്റാണ്. ഭഗവത്ഗീത എന്ന് പറയുന്നത് കുഞ്ഞുനാളിലേ പഠിപ്പിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. കാരണം ഇത് പറയുന്നത് ജീവിതത്തിനെ കുറിച്ചാണല്ലോ. ഈ കുഞ്ഞ് വലുതായി, പഠിത്തം കഴിഞ്ഞു, അവൻ കല്യാണം കഴിഞ്ഞു, അവൻ 10, 50, 60 വയസ്സായി, അവന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിലാണോ ജീവിതത്തിനെ കുറിച്ച് പഠിക്കേണ്ടത്? അത് ആദ്യമാണോ പഠിക്കേണ്ടത്? ആദ്യമല്ലേ? തുടക്കത്തിലല്ലേ അവന്റെ ജീവിതത്തിനെ കുറിച്ച് അറിയേണ്ടത്? കുറെ നാൾ കഴിഞ്ഞ് വയസ്സായി തിരിച്ചു പോകാറാകുമ്പം പഠിച്ചിട്ട് എന്താ കാര്യം? അപ്പോ പറയുന്നത് കുഞ്ഞുനാളിലെ ഈ ശാസ്ത്രത്തിനെ പഠിപ്പിക്കണം, കുഞ്ഞുങ്ങൾക്കും ഇത് മനസ്സിലാക്കണം. അപ്പോ വേദവ്യാസ മുനി എഴുതിയതാണ് ഗീതോപനിഷത്ത്. നമ്മുടെ സനാതന ധർമ്മത്തിലെ ഏറ്റവും പ്രധാന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഉദാഹരണത്തിന് മുസ്ലിങ്ങളുടെ ഗ്രന്ഥം, അവരുടെ ബേസ് ആയിട്ടുള്ള ആ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ഖുറാൻ, അല്ലേ? ക്രിസ്ത്യൻസിന്റെയോ? ബൈബിൾ. അപ്പോൾ നമ്മുടെ ലോകത്ത് ഈ ഭൂമിയിൽ പ്രധാനപ്പെട്ട 3 മതങ്ങളാണുള്ളത്. ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, പിന്നെ ഹിന്ദു മതം. അപ്പം ക്രിസ്ത്യൻസിൻ്റെത് ബൈബിള്, മുസ്ലിങ്ങളുടേത് ഖുറാന്. അതുപോലെ സനാതന ധർമ്മത്തിന്റെ മതഗ്രന്ഥം എന്ന് പറയുന്നത് ഏതാണ്? ശ്രീമദ് ഭഗവത്ഗീതയാണ്. മനസ്സിലായല്ലോ? നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ധർമ്മഗ്രന്ഥം എന്ന് പറയുന്നത് ശ്രീമദ് ഭഗവത്ഗീതയാണ്. എല്ലാവരുടെയും മതത്തിന്റെ ബേസ് എന്ന് പറയുന്നത് മതഗ്രന്ഥങ്ങൾ തന്നെയാണ്. പക്ഷേ അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഖുറാൻ എഴുതിയതാരാ? മുഹമ്മദ്.
അദ്ദേഹം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അള്ളായുടെ ദൂതനാണ് എന്ന് പറഞ്ഞു. ബൈബിളിലോ? ബൈബിൾ എഴുതിയതാരാ? ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭഗവാന്റെ മകനാണ്. എന്റെ അച്ഛൻ ഭഗവാൻ, അദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ. അപ്പോ ഒരാള് പറഞ്ഞു ഞാന് അള്ളായുടെ മെസ്സഞ്ചറാണ്, ദൂതനാണ്. രണ്ടാമത്തെ ആള് പറഞ്ഞു ഞാൻ ഭഗവാന്റെ മകനാണ്. എന്നാൽ ഭഗവത്ഗീതയിൽ പറയുന്നു ഞാനാണ് ഭഗവാൻ. അവര് പറഞ്ഞത് ദൂതനാണ് അല്ലെങ്കിൽ മകനാണ് എന്നൊക്കെ പറഞ്ഞുള്ളൂ. അപ്പൊ അവര് മറ്റാരോ എഴുതിയതാണ് ആ ഗ്രന്ഥങ്ങളെല്ലാം. പക്ഷെ നമ്മുടെ മതഗ്രന്ഥം എന്ന് പറയുന്നത്, സനാതന ധർമ്മത്തിന്റെ മതഗ്രന്ഥം എന്ന് പറയുന്നത്, ആ ഗ്രന്ഥത്തിന്റെ അത് ഭഗവാൻ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇതിൽ പറയുന്ന ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭഗവാന്റെ മുഖത്ത് നിന്നേ വന്നതാണ്. സാക്ഷാൽ ഭഗവാൻ പറഞ്ഞു കൊടുത്ത. അത് നമ്മളുടെ സനാതന ധർമ്മത്തിന്റെ ഗർവാണത്. ചെറിയ കാര്യമാണോ അത്? മറ്റാരും എഴുതിയതല്ല, ഭഗവാൻ സ്വയം വന്ന് പറഞ്ഞു കൊടുത്തതാ. മനസ്സിലായോ? അങ്ങനെ ആ ഭഗവത്ഗീതയെ അതുകൊണ്ടാണ് അതിനെ പ്രപഞ്ചത്തിലെ 2 ഗ്രന്ഥങ്ങളേ ഉള്ളൂ ശ്രീമത്ത് എന്ന് തുടങ്ങുന്നത്. ഒന്ന് ശ്രീമദ് ഭഗവത്ഗീതയും ഒന്ന് ശ്രീമദ് ഭാഗവതവും. ശ്രീമത്ത് എന്ന് പറഞ്ഞ ശ്രീ എന്ന് പറഞ്ഞ ഐശ്വര്യം, സൗഭാഗ്യം, അതിന് കാരണമാകുന്നതാണ് ഈ 2 ഗ്രന്ഥങ്ങൾ. ഇപ്പോ ബ്രഹ്മാണ്ഡ പുരാണമുണ്ട്, വിഷ്ണു പുരാണമുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അതിലൊക്കെ ശ്രീമദ് വിഷ്ണു പുരാണം എന്ന് പറയൂ, ശ്രീമദ് ഭവിഷ്യ പുരാണം എന്ന് പറയൂ, ശ്രീമദ് മഹാഭാരതം എന്ന് പറയൂ? ഇല്ല, നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ എന്താണ്? ശ്രീമദ് ഭഗവത്ഗീത. ശരി, അവിടെ ഇതിൽ പറയുന്നുണ്ട്, ഗീതാ മഹാത്മ്യത്തില് വേദവ്യാസമുനി പറയുന്നുണ്ട്, യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിശ്രുത. ഇത് സ്വയം പത്മനാഭന്റെ മുഖാരവിന്ദങ്ങളിൽ നിന്ന് വന്നതാണ്, മറ്റെവിടുന്നും എടുത്തതല്ല, ആരുടെയെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് വന്നതല്ല ഇത് പറയുന്നു. അപ്പം ഇതിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നതാണ്. ഓക്കെ, ഇനി 2, ഭഗവാന്റെ മുഖത്ത് നിന്ന് വരുന്നതിന് ഇത്രയും പ്രാധാന്യം എന്താ? ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് മനസ്സിലാക്കി തരാം. അതായത് നമ്മുടെ ഭാരതത്തിൽ അനേകം നദികളുണ്ട്. ഏതൊക്കെയാ? നർമ്മദ, ഗോദാവരി, ഗംഗ, യമുന, സരസ്വതി, സിന്ധു, കാവേരി, ഇതെല്ലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് യുഗങ്ങളായിട്ട്. ഇതിൽ ഏറ്റവും പുണ്യ നദി എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്ന ഏത് നദിയാണ്? ഗംഗാ നദി. ഗംഗാമാതാവിനെ പറയുന്നത്, ശാസ്ത്രം പറയുന്നു, ഗംഗാ നദിയിൽ പോയി നിങ്ങൾ മുങ്ങണ്ട. 3 പ്രാവശ്യം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഗംഗേ 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ ആ കുളിക്കുന്ന ജലം ഗംഗാജലമായി. അതിൽ കുളിച്ചു കഴിഞ്ഞാല്, അതിൽ നമ്മൾ 1 പ്രാവശ്യം മുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വ പാപവും പോകുന്ന. ഗംഗാമാതാവിൽ 1 പ്രാവശ്യം മുങ്ങിക്കഴിഞ്ഞാല് ആ ജലത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സർവ്വ പാപവും പോകും. ഇത് ത്രിഭുവനം, 3 ലോകങ്ങളുടെയും പാപങ്ങളെ കഴുകിക്കളയാൻ കഴിവുള്ളതാണ് ആര്? ഗംഗാമാതാവ്, അല്ലെ? ഈ ഗംഗാമാതാവിന് അല്ലെങ്കിൽ ഈ നദിക്ക് ഇത്രയും ശക്തി എങ്ങനെ കിട്ടി? ഈ സംശയം മലയാളികൾക്ക് കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കൽ ഒരാൾ എന്ത് ചെയ്തു? പല നദികളിലെയും ജലം എടുത്തു, ഗംഗാ നദിയിലെയും ജലം എടുത്ത് ലബോറട്ടറി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോ എന്ത് കണ്ടു? H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജൻ. എല്ലാ ജലത്തിലും എന്തുണ്ടോ അത് തന്നെയാണുള്ളത്. അപ്പൊ സംശയമായി, ഇതെങ്ങനെ വന്നു? നമ്മുടെ ശാസ്ത്രം പറയുന്നു, കാരണം ഈ ജലം വന്നിരിക്കുന്നത് ഇത് സാധാരണ ജലമല്ല,
ഭഗവാന്റെ പാദത്തിനെ തൊട്ടാണ് വരുന്നത്. ഭഗവാന്റെ പാദങ്ങളിലൂടെ ഒഴുകി വരുന്നത് കൊണ്ടാണ് ഗംഗാമാതാവിന് ഇത്രയും ശക്തി വന്നത്, 3 ലോകങ്ങളെയും പരിപാവനമാക്കാനുള്ള കഴിവ് വന്നത്. അതായത് നിങ്ങൾക്കറിയാം, വാമന അവതാരത്തിൽ വച്ചിട്ട് അതായത് ഭഗവാൻ 2 അടി അളന്നിട്ട് ഭൂലോകവും ഉപർലോകവും അളന്നു കഴിയും. അപ്പൊ 2ാമത്തെ അടിയില് ബ്രഹ്മാണ്ടത്തിന്റെ കവറ് പൊട്ടി ഭഗവാന്റെ പാദങ്ങൾ മുകളിൽ പോകും. അവിടെ എന്തുണ്ട്? അവിടെ കാരണോദക ജലം, ആ ജലം ഭഗവാന്റെ പാദത്തിലൂടെ ഒഴുകി വരുമ്പോൾ ബ്രഹ്മാവ് കാണും, എന്റെ പ്രഭുവിന്റെ പാദത്തിൽ നിന്ന് ഒഴുകി വരുന്ന ജലമല്ലേ, അതങ്ങനെ വേസ്റ്റ് ചെയ്യണമെന്ന് ബ്രഹ്മാവ് എന്ത് ചെയ്യും? തന്റെ കമണ്ഡലുവിലെടുക്കും. കമണ്ഡലുവിലെടുത്തിട്ട് പിന്നീട് അവിടുന്ന് മഹാദേവൻ ജടയിലെടുക്കും, കൈലാസത്തിൽ. അത് കഴിഞ്ഞിട്ട് ഗംഗോത്രിയിൽ വന്ന്, ഗംഗോത്രിയിലൂടെയാണ് നമ്മുടെ ഭൂമിയിലൂടെ പല സംസ്ഥാനങ്ങളിലൂടെ അവസാനം ഗംഗാസാഗറിൽ ചെന്ന് ചേരുന്നത്. എവിടെയെല്ലാം ഈ നദി പോകുന്നുണ്ടോ അവിടെയെല്ലാം പരിപാവനമാക്കിയിട്ട് പോകുന്നു. ഇന്നും നമ്മളിതാ കഴിഞ്ഞില്ലേ കുംഭമേള നടന്നത്, 1 മാസമല്ലേ ആയുള്ളൂ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നുണ്ട് ആ ജലത്തിൽ കുളിക്കാൻ, ഒന്ന് മുങ്ങാൻ, അല്ലേ? ഇത്ര കഷ്ടപ്പെട്ടാ വന്നത്. ഇത്രയും കഴിവ് ആ ജലത്തിന് വരാൻ കാരണം എന്താണ്? ഭഗവാന്റെ പാദങ്ങളിൽ തൊട്ട്. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഭഗവാന്റെ പാദത്തിനെ സ്പർശിച്ച ജലത്തിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ ഭഗവാന്റെ മുഖത്ത് നിന്ന് വരുന്ന ഭഗവത്ഗീതയ്ക്ക് എത്രമാത്രം ശക്തി ഉണ്ടാവും? മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ നിങ്ങള്? അപ്പോ ഭഗവത്ഗീതയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കണം, അല്ലേ? ഭഗവത്ഗീത മഹാത്മ്യത്തിലെ വേദവ്യാസമുനി പറയുന്നുണ്ട്, മലിനേ മോചനം പുംസാം. എത്ര പ്രാവശ്യം വേണോ നിങ്ങൾ സോപ്പും ഷാമ്പും ഒക്കെ ഇട്ട് കുളിച്ചോളൂ. ജലസ്നാനം ദിനേ ദിനേ, ദിവസവും ജലത്തിൽ സ്നാനം ചെയ്താലും അഴുക്ക് മാറുമോ? മലിനത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് നമുക്ക് അങ്ങനെ കഴിയില്ല. എന്നാൽ സുഹൃത്ത് ഗീതാമൃത സ്നാനം, ഗീതാകുന്ന അമൃതിൽ 1 പ്രാവശ്യം സ്നാനം ചെയ്താല് സംസാരമലനാശനം, നമ്മുടെ ഭൗതികതയുടെ ഈ സംസാരമുണ്ടല്ലോ, ഭൗതിക ലോകത്തിൽ നിന്നുള്ള നമ്മുടെ ആ അഴുക്കിൽ നിന്ന് നമുക്ക് മുക്തനാവാം. നമുക്ക് ഈ ജന്മത്തിലൂടെ നിന്ന് തന്നെ നമുക്ക് പരിശുദ്ധരായി നമുക്ക് എവിടെ എത്താൻ സാധിക്കും? ഭഗവത് പാദങ്ങളിൽ എത്താൻ സാധിക്കും. സുഹൃത്ത്, അതായത് ഒരല്പം, 1 പ്രാവശ്യം മതി എന്നും വേണമെന്നല്ല, അത്രയും പരിപാവനമാണ് ഈ ഗ്രന്ഥം. അപ്പൊ ഈ മതഗ്രന്ഥത്തിന് അത്രയും പ്രാധാന്യമുണ്ട് എന്നാണ് പറഞ്ഞത്. ഗീതാ മഹാത്മ്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതെവിടെ വെച്ചാ നടന്നത്? കുരുക്ഷേത്രത്തിൽ വെച്ചിട്ട്. ആദ്യത്തെ ശ്ലോകം ആരാ പറയുന്നത്? ധൃതരാഷ്ട്ര പറയുന്നത്. ഇന്നേക്കും 5500 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്രത്തിൽ വച്ചിട്ടാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തില് ഭൂമിയിലുള്ള സർവ ക്ഷത്രിയന്മാരും ഒരുമിച്ച് കൂടിയിട്ട് അവിടെ വച്ച് യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധത്തിന് മുന്നേ തന്നെ പലതും പറഞ്ഞു, എങ്ങനെയെങ്കിലും യുദ്ധത്തിനെ മാറ്റാൻ. അവസാനം ഭഗവാൻ തന്നെ ഇറങ്ങി പറഞ്ഞു, ഈ യുദ്ധം ശരിയല്ല, നാശമുണ്ടാക്കും, യുദ്ധത്തിൽ നിന്ന് മാറാൻ. പക്ഷേ ആരനുവദിച്ചില്ല? ദുര്യോധനൻ അനുവദിക്കാത്തതിന് കാരണം എന്താണ്? ധൃതരാഷ്ട്രൻ. ആ പേര് തന്നെ നോക്കൂ, ധൃതരാഷ്ട്രർ. ആ പേരിന്റെ മീനിങ് എന്താണ്? രാഷ്ട്രം എന്ന് പറഞ്ഞാല് രാജ്യം, മണ്ണ്, ധനം. ധൃതം. അദ്ദേഹത്തിന് 1 പ്രാവശ്യം ആ കസേരയിൽ ഇരുത്തിയപ്പോൾ പിന്നെ അത് ഫെവിക്കോൾ ഇട്ടതുപോലെ ആയി. പിന്നെ അവിടുന്ന് എണീക്കൂല. കൊടുത്തില്ല പാണ്ഡുവിന് തിരിച്ച്. അദ്ദേഹത്തിന്റെ മൂത്തപുത്രനായ ദുര്യോധനൻ വിചാരിച്ചു, എന്റെ അച്ഛന് ശേഷം ഈ രാജ്യം ഞാൻ ഭരിക്കും, അർഹതയില്ലാത്തതാണ് വേണമെന്ന് ആഗ്രഹിച്ചത്. സത്യം പറഞ്ഞാല് അധർമ്മത്തില്, അല്ലേ, അധർമ്മത്തിലൂടെ ഇവർ പാണ്ഡവരെ ഇല്ലായ്മ ചെയ്യാനും ഈ രാജ്യത്തിന് സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനും ശ്രമിച്ചു. ഇതാണ് ആ യുദ്ധത്തിനുള്ള പ്രധാന കാരണം. അപ്പൊ യുദ്ധം തുടങ്ങുന്നതിന്റെ
കുറച്ചു ദിവസത്തേക്ക് മുമ്പേ വേദവ്യാസ മുനി എന്ന് പറഞ്ഞു ധൃതരാഷ്ട്രനോട്, ഈ യുദ്ധം സർവനാശത്തിലേക്ക് കാരണമാകും. നീ നിന്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇതിന്റെ ഭാവി എന്ന് പറയുന്ന യുദ്ധത്തിന്റെ ഭാവി എന്ന് പറഞ്ഞാൽ ശോഭനമായിരിക്കില്ല എന്ന് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? സാക്ഷാൽ വേദവ്യാസൻ. അനുസരിച്ചോ? ധൃതരാഷ്ട്രർ പറഞ്ഞു, ഞാൻ അന്ധനാണ്, എന്റെ മകനെ ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല. ഇത് ശരിയാണോ? ഒരച്ഛൻ പറയുകയാണ് എന്റെ മകൻ ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല. ശരിയാണോ? അങ്ങനെ വളർന്നിട്ട് എന്താ കാര്യം? അച്ഛനമ്മമാര് പറഞ്ഞിട്ട് അനുസരിക്കില്ല. അങ്ങനെ വളർന്ന ഒരു കുട്ടി ഉള്ളത് കൊണ്ടാണ് പ്രപഞ്ചത്തിന് നാശം ഉണ്ടായത്, അല്ലേ? നമ്മൾ പറയും എന്റെ മകൻ ഞാൻ പറഞ്ഞ അനുസരിക്കില്ല. എന്തുകൊണ്ട് അനുസരിക്കില്ല? അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളെ അവരെ കാർട്ടൂൺ കാണാൻ ഇരുത്തിയിട്ട് നമ്മൾ മറ്റുള്ളതിന് പോവുകയല്ല വേണ്ടത്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നുണ്ട്, പുത്രന്റെ തെറ്റ് പുത്രന്റേതല്ല. നമ്മുടെ ശാസ്ത്രം പറയുന്നുണ്ട് ഒരു പുത്രൻ ഒരു തെറ്റ് ചെയ്താൽ അത് പുത്രന്റേതല്ല, മറിച്ച് ആരതാ അത്? മാതാപിതാക്കന്മാരുടെ തെറ്റാണത്. അതൊരിക്കലും പുത്രന്റേതാവില്ല. അതായത് അവരുടെ കർത്തവ്യമാണ് ആ കുഞ്ഞുങ്ങളെ ധാർമ്മിക രീതിയിൽ വളർത്തി അവരെ തിരിച്ച് ഭഗവാന്റെ ഭക്തരാക്കി വിടുക എന്നുള്ളത് ഒരു അച്ഛനമ്മമാരുടെ കടമയാണ്. ഇവിടെ ധൃതരാഷ്ട്രർ പറയുന്നു, ഞാൻ പറഞ്ഞ അയാൾ അനുസരിക്കില്ല. അപ്പൊ തെറ്റാരതാ? ധൃതരാഷ്ട്രർ. കാര്യം എന്താ? ഇദ്ദേഹത്തിനും എന്ത് വേണം? ആ രാജ്യം വേണം. ധൃതരാഷ്ട്രർ, എനിക്കും എന്റെ പുത്രനും ഈ രാജ്യം വേണം. അതിൽ മുറുകെ പിടിച്ചത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യാത്തത്. അത് കഴിഞ്ഞിട്ട് വിതുരർ മന്ത്രി തന്റെ കർത്തവ്യം പറഞ്ഞു കൊടുത്തു. വിതുരർ ആരാണ്? ധൃതരാഷ്ട്രരുടെ സഹോദരനുമാണ്. അദ്ദേഹം മഹാപണ്ഡിതനാണ്. മഹാത്മാ വിതുരർ എന്നാ പറയുന്നത്. വിതുരർ പറഞ്ഞു, ധൃതരാഷ്ട്രരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളുടെ മകനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഈ കുട്ടി ലോകത്തിന്റെ നാശത്തിന് കാരണമാകും എന്ന് പറഞ്ഞപ്പോഴേ ദുര്യോധനൻ അദ്ദേഹത്തിനെ ആട്ടിപ്പുറത്താക്കുകയും ചെയ്തു. അച്ഛന്റെ ഈക്വലാണ്, അച്ഛന്റെ നേരെ സഹോദരനാണ് ഈ ദുര്യോധനൻ. അവിടെ ഒരു രസകരമായ കാര്യം, അവിടെ ഈ വിതുരർ ഇത് പറയുമ്പോഴേ ദുര്യോധനൻ കേട്ടു. നിന്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കുക, അവൻ തെറ്റാണ് കാണിക്കുന്നത്, അവൻ ലോകത്തിന് ദുഃഖം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ ദുര്യോധനൻ കേട്ടിട്ട് വിതുരരെ ഒരുപാട് വഴക്ക് പറയുകയാണ്, ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് വിതുരര് ദുര്യോധനനല്ല നോക്കിയത്, പിന്നെ ആരെയാ? ധൃതരാഷ്ട്രൻ. അദ്ദേഹമാണ് അതോറിറ്റി. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്ത് വരുന്നു? ഇവനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, കാരണം കൊച്ചുകുട്ടി, അവനെ വിടാം. പക്ഷേ ധൃതരാഷ്ട്രൻ എന്ത് പറയുന്നു? അദ്ദേഹം ഹൃദയം നുറുങ്ങിക്കൊണ്ട് നോക്കി ധൃതരാഷ്ട്രയുടെ മുഖത്ത്, എന്തെങ്കിലും ഒരു വാക്ക് ദുര്യോധനെതിരെ പറയുമോ? പക്ഷെ പറഞ്ഞില്ല. അവസാനം ഹൃദയവേദനയോടുകൂടി ആ സമയം വിതുരർ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ എത്ര പേര് വന്ന് പറഞ്ഞു? വേദവ്യാസം വന്ന് പറഞ്ഞു, രണ്ടാമത് വിതുരർ വന്ന് പറഞ്ഞു, ഇവരെല്ലാം സാക്ഷാൽ ഭഗവാൻ വന്ന് പറഞ്ഞു. ഇവരെല്ലാവരും പറഞ്ഞിട്ടും അനുസരിക്കാതെയാണ്. അപ്പോ യുദ്ധത്തിന്റെ ദിവസം വ്യാസദേവൻ തന്റെ ശിഷ്യൻ സഞ്ജയൻ, അതായത് വൽഗു മഹർഷിയുടെ പുത്രനാണ്, വ്യാസശിഷ്യനാണ്, സഞ്ജയനെ വിളിച്ചിട്ട് പറഞ്ഞു, ധൃതരാഷ്ട്രോട് ചോദിച്ചു, ഞാൻ നിനക്ക് ഇവിടെ ഇരുന്നിട്ട് രാജധാനിയിൽ ഇരുന്നിട്ട് കുരുക്ഷേത്ര യുദ്ധം കാണാനുള്ള അവസരം തരട്ടെ. രാജധാനി എവിടെയാ? ഇന്നത്തെ ഡൽഹി. കുരുക്ഷേത്രം എവിടെ നിന്ന് ഏകദേശം 200 കിലോമീറ്ററോളം അകലെ. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നിനക്ക് അവിടെ കാണാൻ സാധിക്കും. ഓരോ അസ്ത്രവും എങ്ങോട്ട് ചലിക്കുന്നു എന്നുള്ളത് നിനക്ക് കാണാൻ സാധിക്കും. നിനക്ക് ആ അകക്കണ്ണ് ഞാൻ തരട്ടെ. അപ്പൊ ധൃതരാഷ്ട്രൻ പറയും, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ധൃതരാഷ്ട്രൻ വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഇപ്പൊ നടക്കാൻ പോകുന്ന യുദ്ധം എന്ന് പറയുന്നത് 1 സൈഡ് മാച്ചാണ്, അതിൽ കാണാനൊന്നുമില്ല.
നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കാണുമ്പോഴേ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ കളിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ ഒരു ഇമ്പമുണ്ട് അല്ലേ? ഒരു ഈക്വലാണ്. അതേസമയം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കളിച്ചാലോ 4, കാരണം വൺ സൈഡ് മാച്ചാണ്. ധൃതരാഷ്ട്രർ ചിന്തിച്ച എന്താണ്? എന്റെ കുഞ്ഞുങ്ങൾക്ക് 11 അക്ഷൗണി പടയുണ്ട്. അവിടെ ആരൊക്കെയുണ്ട്? മഹാത്മാവായ ഭീഷ്മദേവനുണ്ട്, ഗംഗാപുത്ര ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, ഇവരുടെ ഗുരു കർണനുണ്ട്, ഇങ്ങനെ ഇങ്ങനെ പലരും മഹാരഥന്മാരുണ്ട്. ഇവരുടെ മുമ്പിൽ അപ്പുറത്ത് ആരാ ഉള്ളത്? ഒരു അർജുനനും ഒരു ഭീമനും, ഒന്നുമേ അല്ല അവരുടെ മുമ്പിൽ. ഇത് 2-4 ദിവസം കഴിയുമ്പോൾ തന്നെ യുദ്ധം ക്ലിയർ ആവും. ഞാൻ രാജ്യത്തിലിരിക്കും, എന്റെ മകൻ രാജ്യം ഭരിക്കും. ഈ ഒരു വിശ്വാസം ആർക്കുണ്ടായിരുന്നു? ധൃതരാഷ്ട്രർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അകക്കണ്ണൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യൂ, സഞ്ജയന് കൊടുത്തത്. അപ്പം വ്യാസദേവൻ എന്ത് ചെയ്തു? സഞ്ജയന് ആ ശക്തി കൊടുത്തു. അപ്പൊ എന്നിട്ട് യുദ്ധം തുടങ്ങി. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവെ ഞാൻ തുടങ്ങട്ടാ. എന്താണ്? ഞാന് അവിടെ കാണുന്നതെല്ലാം പറഞ്ഞു തരട്ടെ. പറഞ്ഞു, സഞ്ജയ നീ നിന്റെ പണി നോക്കിപ്പോയ്ക്കോ, എനിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്, അതവിടെ നടക്കട്ടെ, ഇപ്പോഴെനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്രർ വളരെ സില്ലി ആയിട്ടാണ് പോയി. സഞ്ജയനും 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, യുദ്ധം നീണ്ടു 9 ദിവസം കഴിയും. ടോട്ടൽ എത്ര ദിവസം ഉണ്ടായിരുന്നത്? 18. അതില് 9 ദിവസം കഴിഞ്ഞു. 10ാമത്തെ ദിവസം പിതാമഹൻ ഭീഷ്മർ അവിടെ വീഴുന്നു. ആരുടെ ശരം കൊണ്ട്? അർജുനന്റെ. ആ കഥ അത് ഒരു വലിയ കഥയാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ വീഴുന്ന കഴിഞ്ഞപ്പോ കാട്ടുതീ പോലെ ഈ വാർത്ത ലോകം മുഴുക്ക പറഞ്ഞു. ആര് വീണു? ഗംഗാപുത്ര ഭീഷ്മർ ഒരിക്കലും വിടത്തില്ല, സ്വച്ഛന്ത മൃത്യുവാണ് അദ്ദേഹത്തിന്. 450 വർഷം വയസ്സുള്ളത് അദ്ദേഹം. ആ ദിവസം അദ്ദേഹത്തിന് 450 വർഷം വയസ്സുണ്ടായിരുന്നു. താൻ എപ്പോഴാണോ ആഗ്രഹിക്കുന്ന അന്നേ അദ്ദേഹം മരണം വരിക്കുകയുള്ളൂ. സാക്ഷാൽ പരശുരാമനോട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തിന് അത്രയും കഴിവുള്ള ആ ഭീഷ്മർ വീഴുന്നെന്ന് കേട്ടപ്പോൾ ധൃതരാഷ്ട്രൻ നടുങ്ങിപ്പോയി. വിളിച്ചു, സഞ്ജയനെവിടെ? സഞ്ജയനെ വിളിച്ചു. സഞ്ജയ, യുദ്ധക്കളത്തിൽ എന്താണ് നടക്കുന്നത്? നീ പറ. അതാണ് ആദ്യത്തെ ശ്ലോകം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമക പാണ്ഡവാശ്ചയ കിം അപൂർവത സഞ്ജയ. സംസ്കൃതത്തില് 3 പാസ്റ്റ് ടെൻസ്, പ്രസന്റ്, ഫ്യൂച്ചർ, അങ്ങനെ 3 ഉണ്ട്. അതായത് ഭൂതം, ഭാവി, വർത്തമാനം. ഈ ശ്ലോകത്തില് പറയുന്നുണ്ട് കിം അപൂർവത, എന്താണ് നടന്നതെന്ന് ചോദിക്കുകയാണ്. സഞ്ജയ നീ പറയ്, എന്താണ് അവിടെ നടന്നത്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ പറയണം? സഞ്ജയ അവിടെ എന്ത് നടക്കുന്നു? പ്രസന്റ് ടെൻസിലല്ലേ പറയേണ്ടത്. പക്ഷേ ധൃതരാഷ്ട്രൻ എന്താ ചോദിച്ചത്? അവിടെ എന്താ നടന്നത്? അന്ന് മുതൽ അപ്പോഴാ 10ാമത്തെ ദിവസം സഞ്ജയനിരുന്ന് 1ാമത്തെ ദിവസം മുതലെന്ന് പറഞ്ഞു തുടങ്ങി. നടന്നത് എന്തെന്നല്ലേ ചോദിച്ചത്? സഞ്ജയൻ പറഞ്ഞു, അവിടെ ആരൊക്കെ വന്നു, കുരുക്ഷേത്രത്തിലെ ഓരോ രാജാക്കന്മാരുടെയും വിവരണങ്ങള്, അവിടെ എങ്ങനെയാണ് ആ യുദ്ധത്തിനെ നിരീക്ഷിക്കാനായിട്ട് ദുര്യോധനൻ എന്തൊക്കെ ചെയ്തു, ദുര്യോധനൻ എന്ത് ആദ്യം ചെന്ന് ദ്രോണരോട് എന്ത് പറഞ്ഞു, ഇതെല്ലാം അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദുര്യോധനൻ ആ യുദ്ധക്കളത്തിൽ ചെന്നിട്ട് യുദ്ധം നടക്കുന്നതിന് മുന്നേ തന്നെ, ശംഖൊലി മുഴങ്ങുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു? ദുര്യോധനൻ നേരെ തന്റെ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ആരൊക്കെയാണ് നമുക്കെതിരെ നിൽക്കുന്നതെന്ന് സംസാരിച്ചു. എന്നിട്ട് അവിടെ നിന്നും കൊണ്ട് പാണ്ഡവരുടെ സൈഡിലുള്ള മഹാരഥന്മാരെ കുറിച്ചും ദുര്യോധനൻ സംസാരിച്ചു. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ശ്ലോകം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തംസപ്പെങ്കിലും തരും എങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും.
ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. പ്രഭു കേൾക്കുന്നുണ്ട്. പ്രഭു നല്ല ക്ലാസ്സാണ്. ദയവായി ക്ഷമിച്ചാലും പ്രഭുജി. പ്രഭു 8 മണിക്ക് മുമ്പ് നിർത്തണം പ്രഭു. 8 മണിക്ക് വേറൊരു ക്ലാസ് ഉണ്ട്. ഓക്കെ, ക്ഷമിച്ചാൽ. 7:40 ഉള്ളൂ. ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ്, ദയവായി ക്ഷമിച്ചാൽ. പ്രഭു, ഞാൻ 7:45 നിർത്തിക്കോളാം. ക്ഷമിച്ചാലും പ്രഭുജി. മനോഹരമായ ക്ലാസ്, എന്നോട് ക്ഷമിച്ചാലും പ്രഭുജി. താങ്ക് യു പ്രഭു. ഹരേ ശരി, ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ? ശരി, ഓക്കെ. അപ്പോ നമ്മുടെ ആ ശ്ലോകം 1-ാമത്തെ അധ്യായത്തില് 8-ാമത്തെ ശ്ലോകം, അവിടെ ദുര്യോധനൻ പറയുന്നുണ്ട്. ആരോടാണ്? ദ്രോണർ തന്റെ ഗുരുവിനോട് ചെന്ന് പറയുന്നുണ്ട്. മറു സൈഡില് അല്ല, നമ്മുടെ സൈഡിൽ നിൽക്കുന്ന മഹാരഥന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം എന്താ പറയുന്നത്? ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയാ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തദൈവ ച. ഭവാൻ, ആദ്യത്തെ വാക്ക്. ദുര്യോധന, പ്രഭു, നമ്മുടെ സൈഡിലുള്ള മഹാരഥന്മാരിൽ ഒന്ന് അങ്ങ്. ആദ്യം പറയുന്ന ആരെയാ? ഭവാൻ. ഭവാൻ എന്ന് പറഞ്ഞാല് ദ്രോണാചാര്യർ. അത് കഴിഞ്ഞിട്ട് ഭീഷ്മശ്ച, ഭീഷ്മർ, കർണശ്ച, കർണ, കൃപ, സമിതിം ജയ, അശ്വത്ഥാമ, വികർണശ്ച, സൗമദത്തിസ്തദൈവ. അവിടെ ഒരു കാര്യം, ദുര്യോധനന്റെ ആ പൊളിറ്റിക്കൽ മൈൻഡാണ്. യഥാർത്ഥത്തില് അന്ന് ആദ്യത്തെ ദിവസം കൗരവ പടയെ നയിക്കുന്ന സേനാധിപൻ ആരാണ്? സാക്ഷാൽ ഭീഷ്മാചാര്യൻ. അദ്ദേഹമാണ് നയിക്കുന്നത്. അദ്ദേഹം വീണതിന് ശേഷമാണ് ദ്രോണര് ചാർജ് ഏറ്റെടുക്കുന്നത്. പക്ഷേ പറയേണ്ടത് അപ്പൊ ആരെ കുറിച്ചായിരിക്കണം? ആദ്യം നമ്മുടെ സൈഡിലുള്ള മഹാരഥന്മാർ, ഭീഷ്മർ, ദ്രോണർ, കർണർ എന്നല്ലേ പറയേണ്ടത്? പകരം എന്താ പറഞ്ഞത്? ഭവാൻ. എന്തിനാ അത് ആദ്യം പറഞ്ഞത്? കാര്യം, ഒന്ന്, അദ്ദേഹത്തിനെ ഒന്ന് പുകഴ്ത്തുക. 2, അദ്ദേഹം ബ്രാഹ്മണനാണ്, ക്ഷത്രിയനല്ല. ബ്രാഹ്മണൻ, നമ്മുടെ ആ ഇത് വരുമ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ ഇങ്ങനെയാണല്ലോ. ബ്രാഹ്മണൻ ആദ്യം പോകുന്നത് അതുകൊണ്ടായി. അപ്പോ പറയുന്നുണ്ട്, ഗുരുദേവ ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമ വികർണശ്ച സൗമദത്തിസ്തദൈവ. ഇവരിത്രയും, സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നുൾപ്പെടെ ഇത്രയും പേര് നമ്മളുടെ അവിടെയുണ്ട്. ഇത് മാത്രവുമല്ല, അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 9-ാമത്തെ ശ്ലോകം, അന്യേച ബഹവശൂര മദർത്തേ ത്യക്ത ജീവിത നാനാശസ്ത്ര പ്രകരണ സർവേ യുദ്ധ വിശാരദ. ഒന്നുകൂടെ, അന്യേച ബഹവശൂര മദർത്തേ ത്യക്ത ജീവിത നാനാശസ്ത്ര പ്രകരണ സർവേ യുദ്ധ വിശാരദ. അന്യേജ, ഇതുപോലെ മറ്റു പലരുമുണ്ട്. എന്തിനാണ്? മദർത്ഥേ തെക്ത ജീവിത, എനിക്ക് വേണ്ടി തെക്ത ജീവിത. ആ വേർഡ് നോക്കൂ. ജീവൻ കളയാനായിട്ട് അവർ വന്നത് എന്തിനാണ്? യുദ്ധം തോൽക്കാനാണോ ജയിക്കാനാണോ? ജയിക്കാൻ. പക്ഷെ ദുര്യോധനൻ ഇവിടെ പറയുന്നത് എന്താ? എനിക്ക് വേണ്ടി ജീവൻ കളയാനായിട്ട് വീണ്ടും കുറെ യോദ്ധാക്കളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇവിടെ നമ്മുടെ പ്രഭുപാദര് പറയുന്നുണ്ട്, ശരിയാണ്, ഇദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ അധർമ്മത്തിന്റെ കൂടെ ആര് നിന്നാലും കൊല്ലപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അത് ദുര്യോധനം പറയാതെ തന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണു പോകുന്നതാണ്. ഈ ചിലതൊക്കെ ഈ നമ്മളെ നാട്ടിൽ പറയില്ലേ, എന്താ അതിന് പറയുന്നത്? കരിനാക്ക്, അച്ചട്ടെന്ന് പറയും അല്ലേ? അതായത് സംഭവിക്കാൻ പാടില്ലാത്തത് നമ്മുടെ വായിൽ നിന്ന് വീണു പോകും. മുൻപിൽ ഇനി വരാൻ പോകുന്നത് ദുര്യോധന്റെ വായിൽ നിന്ന് അവിടെ വീഴുകയാണ്. എന്താണ്? അന്യേജ ബഹവശൂര മദർത്തേ തെക്ത ജീവിത, എനിക്ക് വേണ്ടി ജീവൻ കളയാനായിട്ട് ഈ ബാക്കിയുള്ള കുറെ പേര് ഇനിയുണ്ട്, ഇവര് മാത്രമല്ല. എന്നിട്ട് പറയുന്നത് നാനാ ശസ്ത്രപ്രകരണ, എല്ലാ ശാസ്ത്രങ്ങളിലും കഴിവുള്ള യുദ്ധവിശാരദന്മാരായ ഇത്രയും പേര് നമ്മുടെ സൈഡിലും ഉണ്ട് ഗുരുദേവ എന്ന് പറഞ്ഞ് ഗുരുദേവനോട്, ആർക്കോ? ദ്രോണാചാര്യരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പൊ ഈ 2 ശ്ലോകവുമാണ് ഇന്ന് പറയാൻ പറഞ്ഞത്. അപ്പോ ഇനി അങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് ഈ 2 നമ്മുടെയും പാണ്ഡവരുടെയും കൗരവരുടെയും സൈന്യത്തെ കുറിച്ചുള്ള ഒരു താരതമ്യ പഠനമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് നോക്കൂ. അപ്പോ
സമയം ഏകദേശമായി. ഞാൻ ഒരുപാട് 45 മിനിറ്റ് എടുത്തുപോയി. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ചോദ്യമോ എന്തെങ്കിലും സംശയമോ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാമെന്നുള്ളതാണെങ്കിൽ ഞാൻ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സീനിയേഴ്സിനോട് ചോദിച്ച് പറഞ്ഞുതരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും. എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? ആദ്യം അതാണല്ലോ ഞാൻ ഈ പറഞ്ഞത്. എന്തെങ്കിലും ഒരു ഹിന്റ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഹരേ കൃഷ്ണ. താങ്ക് യു. മനസ്സിലായല്ലോ മാതാജി? ആരാ പറയുന്നത്, സംസാരിക്കുന്നത്? ഗൗരവപ്രിയ സജിമാത ദേവിദാസ്. ഓക്കെ മാതാജി, ഓക്കെ. മാതാജി, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമോ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാമോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ താമസിച്ചാണ് ക്ലാസ്സിൽ കയറിയത്. എങ്കിലും നന്നായിട്ട് മനസ്സിലാകേണ്ടത് നല്ല ക്ലാസ്സാണ് പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. എന്റെ കഴിവല്ല, അത് ഭഗവാന്റെ കാരുണ്യം. മാത്രമല്ല ഈ സംസാരിക്കുന്നത് ബാക്കിയുള്ളവരുടെ ഇതിനനുസരിച്ചാണ്. അവർ ആരാണോ കേൾക്കുന്ന അവരുടെ പ്യൂരിറ്റി അനുസരിച്ചാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ സയൻസും മാത്സും പോലെ കാണാതെ പഠിക്കുന്നതല്ല. ആരാണോ അവരിൽ എത്രത്തോളം പ്യൂരിറ്റി ഉണ്ടോ അതനുസരിച്ചാണ് അവർക്ക് ശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത ഒരു ഭക്തൻ വായിച്ചാൽ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ വെളിവായി കിട്ടും. അതേസമയം ഒരു കർമ്മി വായിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ബോറടിക്കും. അല്ലേ? കേട്ടിട്ടില്ലേ? അതിതുകൊണ്ടാണ് അവരുടെ പ്യൂരിറ്റി അനുസരിച്ച് സ്വയമേവ സ്ഫുരത്യയേ എന്ന് കേട്ടിട്ടില്ലേ? അതാണ്. വേറെ? താങ്ക് യു പ്രഭു. ശരി, നമുക്ക് നിർത്താം ഇവിടെ. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത കീ ജയ. ശ്രീല പ്രഭുപാദ് കീ ജയ. ശ്രീല ഗുരുദേവ് കീ ജയ. സായി ഗൗർ പ്രേമാനന്ദേ. വളരെ നന്ദി പ്രഭുജി. വളരെ ഗംഭീരമായ ക്ലാസ്. നല്ല ഹരേ കൃഷ്ണ. ഞാന് ഇടയിൽ ഇന്റർഫിയർ ചെയ്ത് ദയവായി ക്ഷമിച്ചാലും പ്രഭുജി. വളരെ അല്ല പ്രഭു, ഗംഭീരമായ അതൊന്നുമല്ല പ്രഭു, നോർമലാണ് പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നല്ല നല്ല ക്ലാസ്സുകൾ നമുക്ക് വേണം. അപ്പൊ കൂടുതൽ ക്ലാസ് എടുക്കാൻ ദയവായി മുന്നോട്ട് വന്നാലും പ്രഭുജി ദയവായി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ആദ്യത്തെ ക്ലാസ് വേണ്ടി നല്ല നല്ല ക്ലാസ്. ഞാൻ കുറെ നാളായി ഇതൊക്കെ എടുത്ത്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നന്നായി. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ.